മുഹമ്മദ് നബി ഇന്ന് പിക്ക് ചെയ്യുന്നത് ശിവനെയാണെന്ന് വിചാരിക്കുക. അപ്പൊ ലാ ഇലാഹ ഇല്ലാ ശിവ എന്ന് മുഹമ്മദ് നബി പ്രഖ്യാപിക്കുകയാണ്. വേണ്ട. അപ്പൊ അവിടെ ഹിന്ദുക്കൾ ചോദിക്കുകയാണ്, ഗണപതിയുടെ സുബ്രഹ്മണ്യന്റെ വാപ്പാനെ കുറിച്ചാണോ പറയണത്? അത് One മുസ്ലിങ്ങൾക്ക് second, sir. ഓക്കെയാണ്. പക്ഷെ അങ്ങനെ ശിവന്റെ മക്കളല്ല സുബ്രഹ്മണ്യനും ഗണപതിയും എന്ന് പറഞ്ഞ ഹിന്ദുക്കൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ മാതിരി അതല്ല സർ, ഈ അല്ല ലാത്ത ഈ മനാത്ത മുഹമ്മദ് നബി ഉസ എല്ലാം എന്ന് പറയുന്ന അച്ചടിച്ച് പെൺമക്കളുടെ ബാപ്പ അള്ളാഹു അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേശികൾക്ക് വിശ്വസിക്കാൻ സർ, കഴിയില്ല. ഓക്കെ, ാം സ്വാമി ഹിമഗിരി ശൃംഗൻ സകല ചരാചരങ്ങൾക്കും ആനന്ദമുളവാക്കാൻ ജന്മമെടുത്ത ഹറാം പറന്നവൻ, അല്ല കർമ്മയോഗി. ഭവതിക്ക് ആനന്ദം പകരട്ടെ. പീപ്പിൾ കോൾ മീ ജൂതന്മാര് വന്നു കഴിഞ്ഞിട്ടല്ലേ മുസ്ലിങ്ങൾ വരുന്നത്? പിന്നെയല്ലേ സർ, പിന്നെയല്ലേ ഇസ്ലാം ജൂതന്മാര് പെർഫെക്റ്റ് വന്നു ആയത്? കഴിഞ്ഞിട്ടല്ലേ മുസ്ലിങ്ങൾ വന്നത്? അല്ലേ? ജൂതന്മാര് വന്നു കഴിഞ്ഞിട്ടല്ലേ മുസ്ലിങ്ങൾ വന്നത്? അത് അറിഞ്ഞൂടാ. അത് അറിഞ്ഞൂടെ? ഇല്ല. അതെന്താ നിങ്ങൾക്ക് ആദ്യം അറിയാത്തത്? ഏത് നബിയാണ് ആദ്യം വന്നത്? സുലൈമാൻ അലൈഹി സ്വലാം. അത് കഴിഞ്ഞിട്ട് എന്താ പറയാൻ പറ്റാത്തെ? മൂസാ നബീനെ കുറിച്ച് നിങ്ങൾ മിണ്ടില്ലേ? മൂസ നബി. യെസ്. പറയില്ലേ? യെസ്. പറയാൻ വന്നതാ, മറന്നുപോയി. അപ്പൊ മൂസാ നബിയുടെ ആൾക്കാരാണ്? എല്ലാരും അള്ളാനല്ലേ വർഷിപ്പ് ചെയ്തത്? നിങ്ങൾ പറയുന്നത്. അവരതല്ലല്ലോ പറയുന്നത്. അവര് പിന്നെ എന്തിനാണ് വർഷിപ്പ് ചെയ്തത്? അവര് യഹോവ. അള്ളാഹു എന്ന് പറയുന്നത് അവിടെ 3 പെൺമക്കളുള്ള ഒരു പാഗൻ ദൈവം. എന്റെ ചോദ്യം ഇതാണ്, ആരാണ് ഞാൻ? അതെവിടെ ലാത്ത മനാത്ത ഉസ അതെവിടെ പറഞ്ഞിട്ടുണ്ട്? ഖുറാനിലുണ്ടല്ലോ. ഖുറാനിലുണ്ടല്ലോ അത്. അതായത് മുഹമ്മദ് നബി അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോ ഖുറൈശികൾ എന്താ മുഹമ്മദ് നബിയോട് പറഞ്ഞതല്ലേ? ഖുറാനില് എഴുതി വെച്ച കാര്യം ഞാൻ ചോദിക്കുന്നത്. നിങ്ങളാണല്ലോ ഖുറാന്റെ ആള്, അപ്പൊ നിങ്ങൾ പറയും. മുഹമ്മദ് നബി വന്ന് അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോ ഖുറൈശികൾ എന്താണ് മുഹമ്മദ് നബിയോട് പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ച്? എന്താ പറഞ്ഞേ? നിങ്ങൾ പറഞ്ഞേ. അള്ളാഹുവിന് 3 പെൺമക്കളുണ്ട് എന്നുള്ള കാര്യം ഖുറൈശികൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈ 3 പെൺമക്കളുള്ള അള്ളാഹുവിനെ ആരാധിക്കാനാണോ ഞങ്ങളോട് പറയുന്നതെന്നാണ് ചോദിച്ചത്. അറിയോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആര് പറഞ്ഞു വഴിയില്ലെന്ന്? ഇല്ല സർ, അങ്ങനൊന്നും ഇല്ലല്ലോ. നിങ്ങൾ ഖുറാൻ വായിച്ചിട്ടില്ല, അതാണ്. ഖുറാൻ എടുത്ത് വായിക്കും. ഇല്ല, ഖുറാൻ എടുത്ത് വായിക്കൂ. നിങ്ങൾക്ക് ബിലീവ് ചെയ്യാൻ പറ്റാത്ത പലതും ഖുറാനിലുണ്ട്. അവർക്കല്ലേ അവരുടെ വാപ്പാന്റെ പേരെന്താ? അതൊന്നും അങ്ങനെ ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ലല്ലോ. അതെങ്ങനെ നിങ്ങൾ ക്ലെയിം ചെയ്യണ്ട, ഖുറൈശികൾക്ക് അറിയുന്ന കാര്യമാണ്. ഇപ്പൊ അതെ, നമ്മളിപ്പോ ശിവന്റെ മക്കളുടെ പേരെന്താ? അങ്ങനെയാണെങ്കിൽ കുറെ കോൺട്രഡിക്ഷൻസ് വരുമല്ലോ. കോൺട്രഡിക്ഷൻസ് അല്ലേ ഉള്ളൂ ഇസ്ലാം മൊത്തം. അതെങ്ങനെ സർ? അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കോൺട്രഡിക്ഷൻസ് ഇല്ലേ ഖുറാനില്? ഇപ്പൊ അതായത് ഇന്നിപ്പോ മുഹമ്മദ് നബി വരികയാണെന്ന് വിചാരിക്കുക. ഇവിടുത്തെ ഹിന്ദുക്കൾ ഇങ്ങനെ ജീവിച്ച് അത് വിശ്വസിച്ച് ഇങ്ങനെ പോകുന്ന ഇടയിലേക്ക് മുഹമ്മദ് നബി കടന്നു വരുന്നു. അപ്പൊ മുഹമ്മദ് നബി ഇങ്ങനെ ചുറ്റും നോക്കുകയാണ്. ഓക്കെ, 30 കോടി ദൈവങ്ങളുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും ശക്തനായ കുറച്ച് ഒരു പവർഫുൾ ആയ മുഹമ്മദ് നബി ഇന്ന് പിക്ക് ചെയ്യുന്നത് ശിവനെയാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ പറയുന്നത്? ലാ ഇലാഹ ഇല്ലാ ശിവ എന്ന് മുഹമ്മദ് നബി പ്രഖ്യാപിക്കുകയാണ്. നിന്നെയൊക്കെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. അപ്പൊ അവിടെ ഹിന്ദുക്കൾ ചോദിക്കുകയാണ്, ഗണപതിയുടെ സുബ്രഹ്മണ്യന്റെ വാപ്പാനെ കുറിച്ചാണോ പറയണത് എന്ന് ചോദിക്കും. അപ്പോ മുഹമ്മദ് നബി അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ ഫേക്ക് ഐഡിയിൽ ഒരു ആയത്ത് അങ്ങോട്ട് ഇറക്കും, ശിവൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട്. അത് മുസ്ലിങ്ങൾക്ക് ഓക്കെയാണ്. പക്ഷെ അങ്ങനെ ശിവന്റെ മക്കളല്ല സുബ്രഹ്മണ്യനും ഗണപതിയും എന്ന് പറഞ്ഞ ഹിന്ദുക്കൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ മാതിരി ഈ ലാത്ത മനാത്ത ഉസ എന്ന് പറയുന്ന പെൺമക്കളുടെ ബാപ്പ അള്ളാഹു അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേശികൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഓക്കെ, ഇതാണ് ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ കുറേശികൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ നിർബന്ധം? വാവനെ കൊണ്ട് അതിനൊന്നും ആവൂലെന്നേ. മുഹമ്മദ് നബിക്ക് അങ്ങനെ കമാൻഡ്മെന്റ്സ് ഇറക്കാൻ പറ്റൂല. കമാൻഡ്മെന്റ് ഇറക്കാലോ? ഇല്ല. ദാനം ചെയ്യാൻ വേണ്ടി വന്ന സ്ത്രീകളെ മുഹമ്മദ് നബി എന്താ ചെയ്തത്? ദാനം ചെയ്യാൻ വേണ്ടിട്ട് പെണ്ണുങ്ങൾ വന്നു. ഓക്കെ, അപ്പോ ആയിഷയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, അപ്പൊ ഉടനെ അള്ളാഹു ആയത്തിറക്കാണ്. അപ്പൊ ആയിഷ തിരിച്ചു കേൾക്കൂ. നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത പലതും ഖുറാനിലുണ്ട്. ഓക്കെ, അപ്പൊ ആയിഷ തിരിച്ച് മുഹമ്മദ് നബിയോട് ചോദിക്കണം എന്താണെന്നറിയോ? നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യം തന്നെയാണ് ചോദിച്ചത്. നിങ്ങൾക്ക് പൂട്ടി തരാൻ അള്ളാഹുവിന് എന്ത് തിടുക്കമാണ് എന്ന് മുഹമ്മദ് നബിയുടെ മുഖത്ത് നോക്കി ചോദിച്ച ആളുടെ പേര് ഒരു പ്രത്യേക ജീവിതത്തിനെ പറ്റി പറയണ്ടല്ലോ. അതിന്റെ ഓത്തന്റിസിറ്റി, ഡു യു നോ ദി ഓത്തന്റിസിറ്റി ഓഫ് ദാറ്റ്? അറിയുന്നോണ്ടാണല്ലോ അവിടെ പറഞ്ഞത്.
അല്ല, ബേസ്ഡ് ഓൺ വാട്ട്? ഹദീസുകളുണ്ടല്ലോ. അയ്യോ ഞാനല്ല. സർ, നമ്മൾ ഈ ഖുറാൻ തന്നെ വായിക്കണില്ല മുസ്ലിംസ്. ഞാൻ അത് രണ്ടും വിട്ടിട്ട് വായിച്ചിട്ടുണ്ട്. അത് വിട്ടിട്ട് ഈ ഗസ്ബായ ഹിന്ദ് ആര് വായിക്കാനാണ് പോണത്? നിങ്ങൾ വായിക്കാത്ത എന്റെ പ്രശ്നമല്ലല്ലോ. അല്ല, അതല്ല, ആ വി ആർ സപ്പോസ് ടു ഫോളോ ഖുറാൻ. അങ്ങനെ ആരാ പറഞ്ഞേ? അത് ഓ അങ്ങനെ എവിടെ പറഞ്ഞേ? ഖുറാൻ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഖുറാൻ മാത്രം ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് വല്ലതും നടക്കുമോ ഇസ്ലാമിലെ? ഞാനൊരു ഉദാഹരണത്തിന് പര്യായം പറഞ്ഞതേ ഉള്ളൂ. ഖുറാൻ ആൻഡ് ഹദീസ്. ആ ഞാൻ ഹദീസിലെ കാര്യമല്ലേ പറഞ്ഞേ. അതില് ഗസ്ബായ ഹിന്ദ് അത്ര ഓത്തന്റിക് അല്ല, ഇറ്റ്സ് എ വീക്ക് ഹദീസ്. അങ്ങനെ ആരാ പറഞ്ഞേ? അയ്യോ സർ, നിങ്ങളൊന്ന് റിസർച്ച് ചെയ്തിട്ട് പറയണതൊക്കെ. റിസർച്ച് ചെയ്തോണ്ടാണല്ലോ പറഞ്ഞേ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ വീക്ക് ഹദീസ് സർ. ഇറ്റ് ഹാസ് നോ ഓത്തന്റിസിറ്റി. ഇതെന്ന് എന്നോടല്ലല്ലോ പറയേണ്ടത്. പാകിസ്ഥാനിലും അതുപോലെ ലോകത്ത് പല സ്ഥലങ്ങളിലും ഉള്ളതോട് പറഞ്ഞ് ഉപദേശിച്ചുകൂടെ നിങ്ങൾക്ക്? അവരല്ല ഈ ഗസ്വ ഹിന്ദ് പൊക്കി പിടിച്ചു വരുന്നത്. ഞാനാണോ? അതിപ്പം ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് നിങ്ങളെക്കാൾ കുറവ് ഇസ്ലാമേ അവർക്ക് അറിയുള്ളൂ എന്നാണോ നിങ്ങൾ പറയുന്നത്? അവരുടെ പ്രയോറിറ്റി വേറെയാണ്. എന്ത് പ്രയോറിറ്റി? അതായത് ജനങ്ങളുടെ മനസ്സിൽ ഭയം ഉണ്ടാക്കുന്നത്. യെസ്, അതാണ്. ഇത് തന്നെയല്ലേ അള്ളാഹു മുഹമ്മദ് നബിയും ചെയ്തത്. അതെങ്ങനെ സർ? ഖുറാനിൽ നിങ്ങൾ വായിച്ചിട്ടില്ല? അപ്പോ എന്താണ് ബദറുകളെല്ലാം അവതരിച്ച സൂറത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അതായത് മറ്റേ ഇതല്ലേടാ ഇതോ പലസ്തീനിൽ നടക്കണ പോലെ അവിടുത്തെ റിപ്പോർട്ട് പാലസ്തീൻ എന്താന്ന് ചെയ്യുന്നുണ്ടോ? മനസ്സിലായില്ല. പാലസ്തീൻ എന്ന് പറഞ്ഞിട്ടൊരു രാജ്യമുണ്ടോ? ആ, നിങ്ങൾക്ക് അറിഞ്ഞൂടാ? ഇല്ല. ഡു സം റിസർച്ച് സർ ബിഫോർ യു എവിടെ അങ്ങനെ സ്പിറ്റ് ഒരു ഔട്ട് ഓൾ രാജ്യമുള്ളത്? ദീസ് ലൈസ്. ഈ ലോകത്ത് എവിടെ അങ്ങനെ ഒരു രാജ്യമുള്ളത്? പാലസ്തീൻ എന്ന് പറഞ്ഞത് സർ, നിങ്ങളൊന്ന് തെളിയിക്കൂ. തെളിയിക്കാൻ എന്തുണ്ട് തെളിയിക്കാൻ സർ? ഇപ്പൊ ഇപ്പൊ ഇന്ത്യ ഇന്ത്യ എന്ന് തെളിയിക്കാൻ. പറയുന്ന ഒരു രാജ്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ലേ? ആ, അതുപോലെ പാലസ്തീൻ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഒരു പറ്റും. രാജ്യം എവിടെ ഉള്ളത്? ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇപ്പൊ എവിടെയെങ്കിലും ഉണ്ടോ? പ്രശ്നങ്ങളെ ഫേസ് ചെയ്യൂ തോമൻ. ടേക്ക് ഇറ്റ് ഈസി. എവരിതിങ് വിൽ ബി ഓൾ റൈറ്റ്. ഓക്കേ. ഓക്കെ, ഇസ്രായേൽ പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷെ അവര് അവിടുന്ന് ആട്ടി ഇസ്രായേൽ പണ്ട് ഒഴിച്ചിരിക്കുകയായിരുന്നല്ലോ. ഉണ്ടായിരുന്നില്ല സർ. ഇസ്രായേൽ പണ്ട് ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായില്ല. ഇല്ല. ഉണ്ടായിരുന്നല്ലോ. ഖുറാനി വരല്ലേ? ഈ- യാ ബനി ഇസ്രായേൽ എന്ന് പറയുമ്പോ, ഇസ്രായേലി ജനത എന്ന് പറയുമ്പോ, ഫോളോവേഴ്സ് ഓഫ് ജൂദായ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? ഏത് നേരത്താണാവോ ഏൻഷ്യന്റ് മിഡിൽ ഈസ്റ്റ്, കനാൻ, കനാൻ? അവിടെ നിന്ന് വന്നവര്. കനാൻ. ആ, ആ സ്ഥലത്തെ അപ്പൊ അവരെന്താ വിളിച്ചോണ്ടിരുന്നത്? പാലസ്തീൻ. പാലസ്തീൻ എന്നല്ലല്ലോ. അങ്ങനെ ഒരു വാക്ക് ഖുറാനിലുണ്ടോ? ഉണ്ടല്ലോ. ഖുറാനിൽ എവിടെ പാലസ്തീൻ എന്ന് പറഞ്ഞൊരു വാക്ക്? ഒന്ന് കാണിച്ചു തരൂ. ഖുറാനിൽ പാലസ്തീൻ എന്ന് പറഞ്ഞൊരു വാക്കിന് ഞാൻ ഇപ്പൊ കലിമയല്ലോ. ഏൻഷ്യന്റ് കനാൻ ആണ് പാലസ്തീൻ എന്ന് പറഞ്ഞൊരു വാക്ക് ഈ പറയുന്ന പാലസ്തീൻ. ഖുർആനിൽ ഉണ്ടെങ്കിൽ ഞാനിത് എപ്പോ കലിമയല്ലോ. ആഷാദു. ഇതെപ്പോ ചെല്ലണം. നിങ്ങൾ പറഞ്ഞു ഏതാ സൂറത്ത് ഏതാ വാക്കെന്ന് പറഞ്ഞു. ആഷാദു. എനിക്ക് മുട്ടി നിൽക്കുകയാണ് കലിമയല്ല. കനാൻ 1960-കൾക്ക് ശേഷമാണ്. അതുവരെയും പാലസ്റ്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്രായേൽ തന്നെയായിരുന്നു. അതറിയോ? ഈ പാലസ്റ്റൈൻ എന്ന് പറഞ്ഞ പേര് അഡോപ്റ്റ് ചെയ്തത് ആരാണ്? ആരുടെ കാലത്താണ്? യാസർ അറാഫത്തിന്റെ കാലത്താണ്. അത് നിങ്ങൾക്കറിയോ? അതും അറിയില്ല. ഈ പാലസ്റ്റൈൻ എന്ന് പറഞ്ഞ പേര് ഇട്ടത് ആരാണ്? അതെങ്കിലും പറയും. അത് അറബി പേരാണോ? നിനക്കറിയാം? എനിക്കറിയില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലൂ. പാർട്ട് ഓഫ് പാലസ്തീൻ, ലെബനൻ, ജോർഡൻ, സിറിയ. ആ സ്ഥലത്തിനൊക്കെ അന്നത്തെ പേരെന്തായിരുന്നു പറയൂ. ഇതൊക്കെയാണ് സർ പേര്. അതൊക്കെ എങ്ങനെ അത് ശരി. അപ്പൊ നിങ്ങളെ വീട്ടുപേര് ചോദിച്ച് നിങ്ങളെ സ്ഥലം എവിടെയാന്ന് ചോദിക്കുമ്പോ പാർട്ട് ഓഫ് തമിഴ്നാട്, കർണാടക ആൻഡ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് എന്നാണോ നിങ്ങൾ പറയാറ്? നിങ്ങളുടെ താമസിക്കുന്ന ജില്ലയുടെ പേര് പറയൂ എന്നല്ലേ നമ്മൾ പറയുന്നത്. അതുപോലെ ജൂതന്മാർ അന്ന് താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താന്ന് പറയും? ജെറൂസലം. നിങ്ങൾ ഏതാ മെഡിക്കൽ വൈവയ്ക്കൊക്കെ ഇരുന്ന് വൈവ പരീക്ഷയ്ക്ക് തള്ളണ മാതിരി തള്ളിയാലൊന്നും ചരിത്രം ശരിയാവില്ല. ഇല്ല സർ, ഇല്ല സർ. നിങ്ങള് ചരിത്രം പഠിക്കാൻ തുടങ്ങുക. ആ സ്ഥലത്തിന് അവർ ബനി ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഇസ്രായേലി സന്തതികളും അവരുടെ ട്രൈബ്സും ഒക്കെ താമസിച്ചിരുന്ന ആ സ്ഥലം കാനാൻ ദേശം എന്നൊക്കെ നിങ്ങൾ പറയുന്ന ആ ഭാഗത്ത് അതിന് വിളിച്ച ലാൻഡ് ഓഫ് ഇസ്രായേൽ എന്നായിരുന്നു. അതിന് പിന്നീട് മറ്റൊരു പേരും കൂടി ഉണ്ട്, ജൂതയ, സമരിയ എന്നൊക്കെ പറയുന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജൂതയ എന്ന് പറയുന്ന പേരിൽ നിന്നാണ് ഈ ജൂതന്മാർ എന്ന് പറയുന്ന ഈ യഹൂദ് എന്നൊക്കെ പറയുന്ന സാധനം വരുന്നത്. മനസ്സിലായോ? എനിക്കെല്ലാമായി തൃപ്തിയായി. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? പണ്ടേ അവിടെ ഉണ്ടായിരുന്നത് ഈ പറയുന്ന ജൂതന്മാരാണ്. ഇന്നും ആ സ്ഥലം പേര് അവിടെ ഉണ്ട്, ജൂതയ എന്ന് പറയുന്ന സ്ഥലം. ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നതിന് സമരിയ, ജൂതയാൻ സമരിയ എന്നാണ് പറയാ. അതറിയോ? അത് ശരിയാ. ആ സ്ഥലത്തിന് എങ്ങനെയാ പേര് കിട്ടുന്നത്? അവിടെ നിങ്ങൾ പൊളിച്ചു കളഞ്ഞ വീലിംഗ് വാൾ എന്ന് പറയുന്നത് നമ്മളെ വിലാപ മതിൽ, അത് എന്താണ് ആ വിലാപ മതിൽ? ആരാണ് അത് കെട്ടിയത്? നിങ്ങൾ പോയി നോക്കൂ. സുലൈമാൻ അലൈഹിസ്സലാം ആണെങ്കിൽ അവിടെ ആർക്ക് വേണ്ടിയിട്ട് അത് കെട്ടിയെന്ന് പറയൂ? അത് ഏത് അമ്പലത്തിന്റെ ഭാഗമാണെന്ന് പറയൂ? മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ?
ആണോ? മുസ്ലിങ്ങളായിരുന്നോ അന്ന്? ജൂതന്മാർക്ക് വേണ്ടിയിട്ടല്ലേ? നീ പറയുന്നതൊന്നും എനിക്ക് തീരെ പിടികിട്ടുന്നില്ല. സിനഗോഗ് അല്ലായിരുന്നു അത്. ജൂയിഷ് ടെമ്പിൾ ആയിരുന്നു അത്. അതിന് നമ്മൾ സിനഗോഗ് എന്ന് പറയും. അതിന്റെ ഭാഗമാണ് ഈ പറയുന്ന വെയിലിംഗ് വാൾ എന്ന് പറയുന്നത് ഇന്ന് കാണുന്നത്. അത് പൊളിച്ചിട്ടാണ് പിന്നീട് മുഹമ്മദ് നബിയൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് നിങ്ങൾ പറയുന്ന ഈ മസ്ജിദ് അൽ-അഖ്സ എന്നൊക്കെ പറയുന്ന സാധനം അവിടെ കെട്ടിപ്പൊക്കിയത്. അത് പ്രോഫറ്റ് സുലൈമാൻ അല്ലേ ഉണ്ടാക്കിയത് സർ? ഏതുണ്ടാക്കി? the wall of സുലൈമാൻ. വാൾ ഓഫ് സുലൈമാൻ ആർക്ക് വേണ്ടിയിട്ടുണ്ടാക്കി? താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. ബട്ട് പ്രോഫറ്റ് ആർക്ക് സുലൈമാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഉണ്ടാക്കിയത്? പ്രോഫറ്റ് അല്ലേ? അതിപ്പോ മൂസാ നബി നമ്മുടെ പ്രോഫറ്റ് ആണെന്നാണല്ലോ നമ്മൾ പറയാ. ശ്രീകൃഷ്ണൻ വരെ നമ്മുടെ പ്രോഫറ്റ് ആണെന്നല്ലേ നമ്മൾ പറയാറ്. അതൊക്കെ വിടൂ. ഈ സാധനം ആർക്ക് വേണ്ടി കെട്ടിപ്പൊക്കിയെന്ന് പറയൂ. അത് എവിടെ കെട്ടിപ്പൊക്കിയെന്ന് പറയൂ. ആ സ്ഥലത്തിന് എന്താ പേര് നിങ്ങൾ പറയും. ഇനിയെങ്കിലും പറയൂ. മസ്ജിദ് അൽ അക്സയും ഉണ്ടാക്കിയില്ലേ സർ? മസ്ജിദ് അൽ-അഖ്സ ആരാ ഉണ്ടാക്കിയത്? he rebuilt it. Prophet സുലൈമാൻ അലൈഹി സ്വലാം സുലൈമാൻ അലൈഹി സ്വലാമാണോ മസ്ജിദ് അൽ-അഖ്സ ഉണ്ടാക്കണേ? rebuilt it, expanded. അത് മുഹമ്മദ് നബി മരിച്ചു കഴിഞ്ഞിട്ടാണ് ആ സാധനം പണിയണത്. അതറിയില്ല ഇപ്പൊ. expanded, it was already there. അത് നിങ്ങളുടെ കെട്ടുകഥ. ചരിത്രപരമായിട്ട് അതിന് തെളിവൊന്നുമില്ല. മുഹമ്മദ് നബി മരിച്ചു കഴിഞ്ഞിട്ടാണ് അത് അവിടെ കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അത് റീബിൽഡ് ചെയ്തതാണ് സർ. റീബിൽഡ് ആണെന്ന് നിങ്ങൾ പറയും. നിങ്ങൾ അതിന്റെ അടിയിൽ കുഴിച്ചു നോക്കിയ ബാബറി മസ്ജിദിന്റെ അടിയിൽ അമ്പലം കണ്ട മാതിരി അതിന്റെ അടിയിൽ ജൂത അല്ല സിനഗോഗ് അപ്പം കാണാം. അപ്പൊ നിങ്ങൾ സമ്മതിക്കൂ ജൂതന്മാരാണ് അവിടെ പണ്ടേ ഉണ്ടായിരുന്നത്. all three കൾമിനേഷൻ ആയിരുന്നല്ലോ. നിങ്ങൾ സമ്മതിച്ചോ ജൂതന്മാര് പണ്ടേ അവിടെ ഉണ്ടായിരുന്നു? മൂന്ന് പേര് ഉണ്ടായിരുന്നല്ലോ. 3 പേരും അല്ല, ജൂതന്മാരുണ്ടെന്ന് സമ്മതിച്ചോ? ജൂതന്മാര്, മുസ്ലിംസ്, ക്രിസ്ത്യൻസ്. ബട്ട് ഓൺഗോയിങ് ഓപ്പറേഷൻ വാസ് ഒരു there, sir. മണ്ണാങ്കട്ട ഇല്ല. അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. പോയി ചരിത്രം പഠിക്കും. നിങ്ങൾക്ക് ഒരു മണ്ണാങ്കട്ടയും ചരിത്രം നിങ്ങൾക്ക് നിങ്ങൾ അറിയില്ല. ഇതൊന്നും ഓക്കെ, സർ, ഹമാസ് നിങ്ങൾക്ക് അവിടെ ഹമാസ് ഭരിച്ചുകൊണ്ടിരുന്ന അറിയില്ല. അവിടെ ഹമാസ് എന്നാണ് ആണ്. ഇസ്രായേൽ പോയത് എന്ന് നിങ്ങൾക്ക് അറിയില്ല. അവിടെ ഈ പറയുന്ന എങ്ങനെയാണ് ഭരണത്തിൽ വന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല. ആ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു നിങ്ങൾക്ക് അറിയില്ല. അവിടെ അറബ്സ് പോയ സ്ഥലത്തിന് അവരെന്താ വിളിച്ചിരുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല. സർ, അറബ്സ് പലസ്തീൻ എന്ന് പറയുന്ന ഇപ്പം സ്ഥലം ഓപ്പറേഷൻ അവര് ഉണ്ടാവുമ്പോ പേര് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ല. അതല്ല, ഈ ഇപ്പൊ പലസ്തീൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പേര് സ്വീകരിച്ചത് 1960-ലാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. സർ, ഈ അതേപോലെ ഓപ്പറേഷൻ അതേപോലെ ഉണ്ടാവുമ്പോ ഈ ഫിലിസ്തീൻസ് എന്ന് പറയുന്നത് അറബികളല്ല എന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ഈ പറയുന്ന സാധനം ഇവിടെ ഉണ്ടാവില്ല നിലനിൽക്കുക. സർ. നിങ്ങൾ പോയി പഠിക്കുക. ഓക്കെ, പോയി അല്ല പഠിച്ചിട്ട് വാ. നിങ്ങൾ പോയി ഇല്ല പഠിച്ചിട്ട് വാ. റെബൽ ഉണ്ടാവും. എടാ എനിക്കതിനുള്ള ആംബിയർ ഇല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അയ്യോ, ഇത്രയൊന്നും എനിക്ക് അത്ര പറഞ്ഞൂടാ സർ. അത് നിങ്ങൾ ഹമാസ് എന്നിട്ടാണോ എന്നോട് വന്ന് ചരിത്രം പറയാൻ പഠിക്കുന്നത്? അത് നിങ്ങൾ അല്ല സർ, വീട്ടിലിരിക്കുന്ന this is all obvious. ഭർത്താവിനോട് ഇക്കാക്കാനോട് പറഞ്ഞാൽ മതി. ഓക്കെ, ആ അല്ല, പരിപ്പ് ഇവിടെ this is എടുക്കണ്ട. all ഓക്കെ, ഇതാണ്. ശരി. ഇല്ല കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.